ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. മനുഷ്യൻ ആസ് എ കമ്മ്യൂണിറ്റി ഈസ് ഇന്റലിജന്റ്. അത് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ ഇന്റലിജന്റ് ആയതുകൊണ്ടല്ല ഒരു കമ്മ്യൂണിറ്റി മൊത്തം ഇന്റലിജന്റ് ആവുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കോർഡിനേറ്റ്. അതായത് എമംഗ് ഓൾ ദ സ്പീഷീസ് ഏറ്റവും അധികം കോർഡിനേറ്റ് ചെയ്ത് ഒരു സിംഗിൾ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാൻ കഴിവുള്ള ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ മേലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സിവിലൈസേഷൻ മേലേക്ക് പോകുന്നതിൻ്റെ മെയിൻ കാരണം വേറൊരാൾക്കുള്ള സ്കില്ല് വേറൊരാളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും ഒരു കോമൺ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ നമുക്കറിയാം ജെമിനി, ChatGPT അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ AIs എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഓരോന്നും ഓരോരോ സ്കിൽസിൽ സ്പെഷ്യലൈസ്ഡുമാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതായത് AI വളരണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വേണ്ടത് ഇവരുടെ എഫക്റ്റീവ് കോർഡിനേഷനാണ്. അങ്ങനെ എഫക്റ്റീവായിട്ട് പലതരം AIകൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ മെഷ് എന്നുള്ള പ്രൊജക്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പൺ മെഷിൻ്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് ഓപ്പൺ മെഷ് കൊണ്ടുവരുന്ന വാല്യൂ പ്രൊപ്പോസിഷൻ? എങ്ങനെയാണ് പല പല ഏജൻറ്റുകൾ കോർഡിനേറ്റ് ചെയ്ത് ഒരു സിംഗിൾ ടാസ്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കാം. അതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിനാൻ. ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്പെഷ്യലൈസ്ഡ് ടാസ്കിനും ഓരോ AI ഏജൻറ്റുകൾ ഇവോൾവ് ആയി വരുന്നുണ്ട്. അതായത് വീഡിയോ ജനറേഷൻ ഒരെണ്ണം, സൗണ്ട് പ്രോസസ്സിങ്ങിന് ഒരെണ്ണം, ട്വീറ്റ് ചെയ്യുന്നതിന് ഒരെണ്ണം, അങ്ങനെ ഓരോരോ സ്കിൽഡിൽ ഓരോരോ AI വരുന്നുണ്ട്. ഇനി ഈ ഓരോ ഏജൻറ്റുകൾ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ പ്രധാനമായും 4 കാര്യങ്ങൾ വേണം. ഒന്നാമത് ഓരോ AIക്ക് ഏതൊക്കെ സ്കിൽസുകളാണെന്നും അവർ ഏതൊക്കെ ടാസ്കിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് വേണം. രണ്ടാമത് ഇവർ കൊടുക്കുന്ന ഓരോ സർവീസിനും ഒരു ബേസ് റേറ്റ് വെച്ചിട്ട് അവരുടെ സർവീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പേയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന അതേ കാര്യം തന്നെ. മൂന്നാമത് ഒരേ സർവീസ് കൊടുക്കുന്ന പല ഏജൻറ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രീവിയസ് വർക്ക് റെക്കോർഡും ട്രാക്ക് ഹിസ്റ്ററിയും വെച്ചിട്ട് നല്ല റേറ്റിംഗ് കൊടുത്ത് നല്ല വർക്ക് എടുക്കുന്ന ഏജൻറ്റുകൾ ഏതാണെന്നുള്ള ഒരു റേറ്റിംഗ് സിസ്റ്റം വേണം. നാലാമത് ഇതിനെല്ലാത്തിനും കൂടി കോർഡിനേറ്റ് ചെയ്ത് ഒരു കോമൺ ഗോൾ വെച്ച് വർക്ക് ചെയ്യാനുള്ള കഴിവും വേണം. ഈ 4 സ്കില്ലുകളും നമുക്ക് ഏജൻറ്റ് എക്കണോമിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ തന്നെ വർക്ക് ചെയ്ത് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കും. ഇതിന് എന്തൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, എന്താണ് മിസ്സിങ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പിന്നീട് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഏതൊക്കെ ടൈപ്പുള്ള പ്രൊഡക്റ്റുകൾ ഏജൻറ്റുകൾക്ക് ഫുള്ളി കോർഡിനേറ്റ് ചെയ്തിട്ട് ഇറക്കാൻ പറ്റുമെന്നും നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഇനി നമുക്ക് ഏറ്റവും ആദ്യം പറഞ്ഞ ഫീച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതായത് AI ഏജൻറ്റുകൾക്ക് സ്വയം ലിസ്റ്റ് ചെയ്യുന്നതിനും അവരുടെ കേപ്പബിലിറ്റി അനൗൺസ് ചെയ്യുന്നതിനും ഒരു മാർക്കറ്റ് പ്ലേസിൽ പോയി തിരഞ്ഞെടുക്കപ്പെടുന്നതിനും വേണ്ടുന്ന കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് MCP, അതായത് മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സാധനം 2024 നവംബറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഓപ്പൺ സോഴ്സ് സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്കാണ്. അതായത് നമ്മുടെ USB പോലെ ഏത് USB ഡിവൈസും ഏത് ഡിവൈസിലും കണക്ട് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഏജൻറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ സർവീസ് ഫീസ് എത്രയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽ കൊടുത്ത ശേഷം ഈ പ്രോട്ടോകോൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ എനിബഡി ക്യാൻ ഫൈൻഡ് ദെയർ കേപ്പബിലിറ്റീസ്. അങ്ങനെ ഒരു സിസ്റ്റം ഓൾറെഡി ഉണ്ട്. അതായത് MCP പ്രോട്ടോകോൾ എന്നാണ് ഇത് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഓരോ ഏജൻറ്റും ഓരോ സർവീസ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദേ നീഡ് ടു ചാർജ്. അപ്പോഴാണ് ആ സർവീസ് വാല്യുബിളായി പോവുള്ളൂ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ കാർപ്പൻ്റർക്ക് ഒരു റേറ്റ്, ഡ്രൈവർക്ക് ഒരു റേറ്റ്, കെട്ടുപണിക്കാർക്ക് റേറ്റ്. അവർ ആ സർവീസ് കൊടുക്കുമ്പോൾ അതിന് തത്തുല്യമായ വാല്യൂ നമ്മൾ റിയൽ വേൾഡിൽ ക്യാഷ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഇതേ സിസ്റ്റം ഏജൻറ്റുകൾക്കും വേണം. ഒരു ഏജൻറ്റ് ഒരു ടാസ്ക് ചെയ്യുമ്പോൾ വേറൊരു ഏജൻറ്റ് ചിലപ്പോൾ വേറൊരു ടാസ്ക് ചെയ്യും. അവരുടെ 2 പേരുടെയും പേയ്മെൻറ്റ് ഈക്വൽ ആയിരിക്കില്ല. അതുകൊണ്ട് ദേ വിൽ ഹാവ് എ സ്റ്റാൻഡേർഡ് റേറ്റ് കാർഡ്. അപ്പോൾ ഏജൻറ്റ് ബിയുടെ കയ്യിൽ നിന്ന് ഒരു സർവീസ് മേടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നടക്കണം വിതൗട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. അപ്പോഴാണ് ആ എക്കണോമി തന്നെ ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോട്ടോകോൾ 2 മാസം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് X402 ഏജൻറ്റ് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതും ഓൾറെഡി ഉണ്ട്. ഒരു ഏജൻറ്റുകൾക്ക് ഒരു കമ്മ്യൂണിറ്റിയായി വളരാനായിട്ട് വേണ്ടുന്ന 2 പ്രധാന ഘടകങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇനി മൂന്നാമത്തതാണ് ദ മിസ്സിംഗ് പീസ്, ദ എബിലിറ്റി ടു കോർഡിനേറ്റ്. അപ്പോൾ അങ്ങനെ ഏജൻറ്റുകൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടോകോളാണ് ഓപ്പൺ മെഷ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്? നമ്മൾ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്നാമത് ഒരു ഏജൻറ്റിന് അതിൻ്റെ കേപ്പബിലിറ്റീസ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് പ്ലേസ്. രണ്ടാമത് ഓരോ ഏജൻറ്റിനും എടുക്കുന്ന വർക്കിനനുസരിച്ച് പേയ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താനുള്ള പേയ്മെൻറ്റ് സിസ്റ്റം. മൂന്നാമത് ഇവരുടെ പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് അവരുടെ റേറ്റിംഗ് കൊടുക്കാനുള്ള കഴിവ്. എന്തൊക്കെയാണ് ഓപ്പൺ മെഷിൻ്റെ ഫീച്ചേഴ്സ്? ബേസിക്കലി ഒരു കോർഡിനേഷന് വേണ്ടുന്ന നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ ഓപ്പൺ മെഷിലുണ്ട്.
ഒന്നാമത് ഒരു ഏജന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അവിടെ പോയി രജിസ്റ്റർ ചെയ്യുക. അതാണ് ആദ്യത്തേത് ഫോർ സെൽഫ് ഡിസ്കവറി. അതായത് ഏതൊരു ഏജന്റും ഏതൊരു ആവശ്യത്തിനും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് മറ്റൊരു ഏജന്റിനെ കണ്ടുപിടിക്കുക. സെൽഫ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ അതിലുണ്ട്. രണ്ടാമത് എന്തൊക്കെയാണ് അതിൻ്റെ കേപ്പബിലിറ്റീസ്, എന്തൊക്കെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് റേറ്റ് കാർഡ്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഓരോ ഏജന്റുകളും ഇതൊക്കെ അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുക. ആ ഡീറ്റെയിൽസും അവിടേക്ക് പറയാൻ പറ്റും. മൂന്നാമത് ഓരോ ഏജന്റിൻ്റെയും ഹെൽത്ത് മോണിറ്ററിങ്. ഓരോ ഏജന്റിനും എത്ര നേരം അപ്പാണ്, പറഞ്ഞ ടാസ്ക് ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. നാലാമത് റിവ്യൂസ്. ഓരോ ഏജന്റിൻ്റെയും പ്രീവിയസ് വർക്കുകൾ അനുസരിച്ചിട്ടുള്ള റിവ്യൂ. അതായത് സെൽഫ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് വിശ്വസിക്കാതെ പ്രീവിയസ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്കുകൾ അനുസരിച്ച് മറ്റ് ഏജന്റുകൾ കൊടുത്ത റിവ്യൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏതൊരു ഏജന്റിനും അവിടെ പോയി ആവശ്യമുള്ള ഏജന്റിനെ തിരഞ്ഞു പിടിക്കുകയും അതിന് അസൈൻ ചെയ്യുന്ന ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇതാണ് ഓപ്പൺ മെഷ് പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകത. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമാണ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പോൾ പറഞ്ഞു വന്നത് ഏതൊരു ഏജന്റുകൾക്കും കോർഡിനേറ്റ് ചെയ്ത് സെൽഫ് ഡെവലപ്പിംഗ് നടത്താൻ പറ്റുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഇത് എന്നാണ്. ഇനി നമുക്ക് ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഈ ഒരു നെറ്റ്വർക്ക് വന്നാൽ എങ്ങനെയൊക്കെ ഏജന്റുകൾ കോർഡിനേറ്റ് ചെയ്ത് എന്തൊക്കെ ടാസ്ക് അവർക്ക് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഹ്യൂമൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന മേഖലയിൽ എന്തൊക്കെ ടാസ്ക് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. അതിനായി നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ ഒരു മൂവി പ്രൊഡക്ഷനാണ്. അതിൻ്റെ കാരണം ഇപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ AI വീഡിയോസും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അതിനൊക്കെ വേണ്ടുന്ന ടൂളുകൾ ഓൾറെഡി ഉണ്ട്. അതായത് ജെമിനി ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാം, ഇമേജസ് എഴുതാം, പോസ്റ്റർ ഡിസൈൻ ചെയ്യാം, വീഡിയോ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ നമുക്കതൊന്ന് വിഷ്വലൈസ് ചെയ്യാം. സപ്പോസ് ഏതെങ്കിലും ഒരാൾ ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് കുറച്ച് ഫണ്ട് കൊടുത്തു. ഓക്കെ, ലെറ്റ് സേ ആ ഏജൻറ്റ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർക്ക് തുല്യമാണെന്നിരിക്കട്ടെ. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ട് പറയുകയാണ്, ഈ ഒരു രീതിയിലുള്ള ഒരു ഫിലിം എനിക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഒബ്വിയസ്ലി ChatGPTയുടെ അടുത്ത് പോയിട്ട് ഈ ത്രെഡ് എക്സ്പാൻഡ് ചെയ്യാം. അതിൻ്റെ തന്നെ നെക്സ്റ്റ് വേർഷനായിട്ട് തിരക്കഥയും എഴുതും. ഇതൊക്കെ ചെയ്യുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻറ്റുകൾ ഉണ്ടാകും. അപ്പോൾ മെയിൻ വാലറ്റിൽ നിന്ന്, പ്രൊഡ്യൂസറായിട്ടിരിക്കുന്ന ഏജൻറ്റിൻ്റെ വാലറ്റിൽ നിന്ന് കഥ എഴുതുന്ന ഏജൻറ്റിന് സെർട്ടൻ എമൗണ്ട് കൊടുക്കുന്നു, തിരക്കഥ എഴുതുന്ന ആൾക്ക് സെർട്ടൻ എമൗണ്ട് കൊടുക്കുന്നു. അതുപോലെ ഈ തിരക്കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള വിഷ്വൽസ് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്ന ഏജൻറ്റിന് അത് കൊടുക്കുന്നു. പിന്നെ എഡിറ്റ് ചെയ്ത് മെർജ് ചെയ്യുന്നവർക്കും അത് കൊടുക്കുന്നു. പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിനും മറ്റ് ഏജൻറ്റുകൾക്ക് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യുന്നവർക്കും അതാത് ഫണ്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിനെ ഒരു നെക്സ്റ്റ് ലെവലും കൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഉണ്ടാക്കിയ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മൂവി യൂട്യൂബ് ചാനലിലോ നെറ്റ്ഫ്ലിക്സിലോ ഈവൻ തിയേറ്ററിലേക്കോ വേറൊരു ഏജൻറ്റ് പ്ലേ ചെയ്യുന്നു. സോ അപ്പോൾ നമുക്ക് ഹ്യൂമൻസിന് കംപ്ലീറ്റ്ലി ഏജൻറ്റ് കോർഡിനേറ്റഡ് ആയിട്ട് ജനറേറ്റ് ചെയ്തൊരു മൂവി വേണമെങ്കിൽ തിയേറ്ററിലോ വീട്ടിലോ ഇരുന്ന് കാണാനുള്ള ഫെസിലിറ്റി വരുന്നു. ഇതൊരു ഭാവന മാത്രമാണ് അറ്റ് ദിസ് സ്റ്റേജ്. പക്ഷേ ഇതൊരു റിയാലിറ്റി ആക്കാൻ കഴിവുള്ളൊരു പ്രോട്ടോക്കോളാണ് ഓപ്പൺ മെഷ് എന്ന് പറയുന്നത്. ദേ ആർ കമ്മിങ് ഫോർ യു, ദേ ആർ ബിൽഡിംഗ് സൊസൈറ്റീസ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോട്ടോക്കോളിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.